സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളുണ്ടാവും. മനസ്സ് തകരുകയും ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റാതാവുകയും പറ്റുന്ന ചില സന്ദർഭങ്ങൾ. അത്തരം സന്ദർഭങ്ങളിൽ അക്ഷരങ്ങളുടെ ലോകത്തിലൂടെ മനുഷ്യന്മാരെയും തന്റെ ചുറ്റുപാടുകളും വീക്ഷിച്ച ഒരു കലാകാരന്റെ കഥയാണ്, അല്ലെങ്കിൽ കലാകാരൻ രചിച്ച കഥകളെ പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹായ്, വെൽക്കം ടു സ്റ്റോറീസ്. സാഹിത്യം ഒരു മനുഷ്യ മനസ്സിനെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മുഹമ്മദ് അബ്ബാസിന്റെ ആത്മഹത്യക്കും ഭ്രാന്തിയുമിടയിൽ എന്ന ഈ പുസ്തകം. ഒരു ഡയറി കുറിപ്പായോ, അതുമല്ലെങ്കിൽ ഒരു കൂട്ടം കഥകളുടെ മനോഹരമായ നിരൂപണമായോ, അതുമല്ലെങ്കിൽ തന്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ തന്നെ താൻ വായിച്ച കഥകളും ചേർന്ന് നടത്തുന്ന ഒരു സഞ്ചാരമായോ കാണാവുന്ന ഒരു കൂട്ടം കഥകളാണ് മുഹമ്മദ് അബ്ബാസ് ഈ ചെറുപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലടങ്ങിയിരിക്കുന്നത് വെറും സാധാരണ കഥകളല്ല, മനുഷ്യ മനസ്സിന്റെ യാത്രകളെയാണ് ഇതിൽ മുഹമ്മദ് അബ്ബാസ് നമുക്ക് കാണിച്ചു തരുന്നത്. മനുഷ്യന്റെ ഓരോ ജീവിതയാത്രയിലും അവൻ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, അതുപോലെ വേദനകൾ, ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അവൻ ഉൾത്തിരിഞ്ഞെടുക്കുന്ന അവന്റെ കാഴ്ചപ്പാടുകൾ എല്ലാം വളരെ ലളിതമായി ഈ കഥയിൽ നമുക്ക് അബ്ബാസ് കാണിച്ചു തരുന്നു. വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നിരുന്നാൽ കൂടി ഇതിലൂടെ കഥാപാത്രങ്ങൾ തന്നിലൂടെ കണ്ട് സ്വയം വിമർശിക്കപ്പെടുകയും അതിലൂടെ തെറ്റും ശരിയും കണ്ട് മുന്നോട്ട് പോകുന്നു. ആയതിനാൽ തന്നെ സമൂഹമെന്ന രണ്ടാമന് ഇവിടെ സ്ഥാനമില്ല. അങ്ങനെ സമൂഹമെന്ന രണ്ടാമൻ ഇവിടെ പരാജയപ്പെടുകയാണ്. എങ്കിൽ കൂടി സ്നേഹമെന്ന ഒരു ഭീകര സത്യം എങ്ങനെ ഓരോ മനുഷ്യ ജീവിതങ്ങളെയും അതിന്റെ ചുറ്റുപാടുകളെയും മാറ്റിമറിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാം. പക്ഷേ ഇവിടെ ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ആരും ഒന്നിനും ഉത്തരവാദിയുമല്ല. അത് തന്നെയാണ് ആത്മഹത്യക്കും ഭ്രാന്തിനുമിടയിൽ. കഥക്കുള്ളിലെ കഥ പറയുന്ന രീതിയാണ് ഈ രചനാ രീതിയെ വളരെയധികം മനോഹരമാക്കിയത്. ചിന്തകളുടെ ഒഴുക്കിലൂടെ കഥ മുന്നോട്ട് പോകുമ്പോൾ ആ ഒഴുക്കിൽപ്പെട്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിന് കാരണം എഴുത്തിന്റെ ജെന്യൂനിറ്റി ആണ്. അത് തന്നെയാണ് ഈ കഥയുടെ ഹൈലൈറ്റും. ഒന്നും പൂർണ്ണമല്ല മനുഷ്യ മനസ്സ് പോലെ. ചിലപ്പോൾ ഈ പുസ്തകം നമ്മളെ വളരെയധികം അസ്വസ്ഥരാക്കും. പക്ഷെ ഒരിക്കലും അത് നമ്മുടെ ദുർബലതയല്ല. അത് ഈ പുസ്തകത്തിന്റെ വിജയമാണ്. ഈ പുസ്തകം നമ്മളെ ചിന്തിപ്പിക്കുകയും ചില സന്ദർഭങ്ങളിൽ നമ്മളെ നിശബ്ദരാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒരു വലിയ സമൂഹത്തെ നേരിടാനുള്ള കെൽപ്പ് നമുക്ക് തരുന്നുമുണ്ട് ആത്മഹത്യക്കും ഭ്രാന്തിനുമിടയിൽ എന്ന ഈ പുസ്തകം. തുടക്കവായനക്കാർക്ക് ഒരിക്കലും മടുപ്പുണ്ടാക്കാത്ത രീതിയിലുള്ള അവതരണമാണ് മുഹമ്മദ് അബ്ബാസ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല ധാരാളം എഴുത്തുകാരെയും അവരുടെ രചനകളെയും നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ സാധിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു രചനാരീതി തുടക്കവായനക്കാർക്കും വായനയെ ഇഷ്ടപ്പെടുന്നവർക്കും മറ്റു രചനകളും മറ്റു എഴുത്തുകാരെയും പരിചയപ്പെടാനുള്ള ഒരു നല്ല സന്ദർഭമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയുള്ളൊരു എഴുത്തിന്റെ രീതി വായനക്കാരെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അബ്ബാസിന്റെ ഈ അക്ഷരലോകത്തിലേക്ക് നിങ്ങൾക്കും കടന്നു ചെല്ലാം. സോ തീർച്ചയായും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് മുഹമ്മദ് അബ്ബാസിന്റെ ആത്മഹത്യക്കും ഭ്രാന്തിനുമിടയിൽ എന്ന ഈ കഥാസമാഹാരം.